നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അറക്കുളം ഗ്രാമപഞ്ചായത്തിലും കുളമാവ് മേഖലയിലും 2023-2024 സാമ്പത്തിക വർഷം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം 5-ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ ചിത്രകലാകാരൻ അജി തോമസിന്റെ കുടുംബത്തിന് ഭവന നിർമ്മാണവുമായി KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITU രംഗത്ത്. അടിമാലി കോടതി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർക്കും കോടതി ജീവനക്കാർക്കുമായി സമഗ്ര ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മണക്കാട് NSS ഗവൺമെന്റ് LP സ്കൂൾ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ചടങ്ങിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ അബ്ദുൾ മജീദ് NMന് യാത്രയയപ്പും നൽകി. തൊടുപുഴയ്ക്ക് രാജകീയ പ്രൗഢിയേകി മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിന്റെ വിപുലീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ച ചടങ്ങിൽ തെന്നിന്ത്യൻ താരസുന്ദരി സമാന്ത നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. അറക്കുളം ഗ്രാമപഞ്ചായത്തിലും കുളമാവ് മേഖലയിലും 2023-2024 സാമ്പത്തിക വർഷം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം 5-ന് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തും. 2 ചടങ്ങുകളിലും നിരവധി പ്രമുഖ വ്യക്തികൾ സന്നിഹിതരായിരിക്കും. അറക്കുളം ഗ്രാമപഞ്ചായത്തിൽ 2023-2024 സാമ്പത്തിക വർഷം നിർമ്മാണം പൂർത്തീകരിച്ചതും നിർമ്മാണം തുടങ്ങുന്നതുമായ വിവിധ പ്രവൃത്തികളുടെ ഉദ്ഘാടനം 5-ന് രാവിലെ 9-ന് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിക്കും. 10:30-ന് കുളമാവ് മേഖലയിലെ CML RRP സ്കീമിൽ ഉൾപ്പെട്ട റോഡ് ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തും. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തും. അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ് അധ്യക്ഷത വഹിക്കും. പ്രധാനമായിട്ടും 2 മേഖലകളിലായിട്ടാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, അറക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ 15 വാർഡുകളിലെയും അതിൽ പൂർത്തീകരിച്ച പണികളുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത്. ചുരുക്കം ചിലത് നിർമ്മാണ ഉദ്ഘാടനമാണ്. ഏറ്റവും ശ്രദ്ധേയമായ പരിപാടി എന്നെടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അറക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാൾ പണിതിട്ട് 40-ലേറെ വർഷക്കാലമായി. അത് നന്നായി പരിഷ്കരിച്ച് പുതിയ നവീകരണ പ്രവർത്തനം സംഘടിപ്പിക്കാൻ വേണ്ടി 30 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഇപ്പോൾ അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏറ്റവും സാമാന്യേന മനോഹരമായ ഒരു കമ്മ്യൂണിറ്റി ഹാളായി അത് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാവുന്നതാണ്. അവിടെ വെച്ചാണ് ഈ ഫംഗ്ഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് പുറമെ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നതായ അറക്കുളം ഗവൺമെൻറ് ആശുപത്രി HC അവിടെ 40 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പഞ്ചായത്തിൻ്റെ പദ്ധതി വീതം കൊടുത്ത് 20 ലക്ഷത്തിൻ്റെ ഒരു പോർഷൻ പണി തീർന്നു. ഇനി അടുത്ത പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 40 ലക്ഷം രൂപ പഞ്ചായത്തിന് ആ പദ്ധതി വിധത്തിൽ കൊടുത്തു. അങ്ങനെ എടുത്തു പറയാവുന്ന 2 വലുത്. ഇതിന് പുറമെ ഈ സമീപ പ്രദേശത്തെ 1-ാം വാർഡ്, 2-ാം വാർഡ്, അതുപോലെ ഈ 11-ാം വാർഡ്, 12-ാം വാർഡ്, 14-ാം വാർഡ്, 15-ാം വാർഡ് തുടങ്ങി മൂവാറ്റം ടൗണിനോട് ചേർന്ന് നടക്കുന്ന എല്ലാ വാർഡുകളിലെയും പൂർത്തീകരിച്ച റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനം കൂടിയാണ് അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാനും അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ KS വിനോദ്, കൺവീനറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KL ജോസഫ്, വൈസ് പ്രസിഡന്റ് സുബി ജോമോൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല ഗോപി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു ജോസഫ്, മെമ്പർ ടോമി വാളികുളം, സെക്രട്ടറി സുബൈർ MA എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. KAV ഫസ്റ്റ് ബറ്റാലിയൻ B കമ്പനി റിട്ടയർഡ് പോലീസ് ഓഫീസേഴ്സിന്റെ 40-ാം വാർഷികവും കുടുംബ സംഗമവും കുളമാവ് ഗ്രീൻബർഗ് റിസോർട്ടിൽ നടത്തി. കമ്പനിയിലെ മുതിർന്ന അംഗമായ കൃഷ്ണൻകുട്ടിയെ NM അലി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. KAV ഫസ്റ്റ് ബറ്റാലിയൻ B കമ്പനി റിട്ടയർഡ് പോലീസ് ഓഫീസേഴ്സിന്റെ 40-ാം വാർഷികവും കുടുംബസംഗമവും കുളമാവ് ഗ്രീൻബർഗ് റിസോർട്ടിൽ നടത്തി. കമ്പനി സീനിയർ NM അലി അധ്യക്ഷത വഹിച്ചു.
സി എ അബ്ദുൽ കരീം സ്വാഗതം ആശംസിച്ചു. ഗിരിജ വല്ലഭൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കമ്പനിയിലെ മുതിർന്ന അംഗമായ കൃഷ്ണൻകുട്ടിയെ NM അലി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. അംഗങ്ങൾ ആശംസകൾ നേർന്നു. തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും നടത്തി. കാരണം നമ്മുടെ മക്കള് SSLCക്ക് നല്ല മാർക്ക് മേടിച്ച് ജയിച്ചാൽ നമുക്ക് വലിയ സന്തോഷമില്ല. നമുക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ അടുത്തുള്ള പിള്ളേർ തോക്കണമെന്നാണ് ഒരു ബിഷപ്പ് പറഞ്ഞു. അതുപോലെയാണ് മറ്റുള്ളവർക്കൊക്കെ സന്തോഷം. അമ്മയ്ക്ക് ദുഃഖമായി. പിറ്റേ ദിവസം അപ്പച്ചനും അമ്മയോട് കൂടി എന്നെ കാണാനാണ് വന്നിരിക്കുന്നത്. അന്നേരം ഒരു കലശമൊക്കെ ഇട്ട് ഇങ്ങനെ ഒരുത്തനത് നിൽക്കുക. വെളുത്തിരുത്താൻ ഞാനും കറുത്തിരുന്ന അയ്യപ്പിനും ഒരേപോലെ ഇരിക്കും, ഒരേ കളർ. അമ്മ ചോദിച്ചു, നിനക്ക് എന്നാണോ മോൻ എവിടെയെങ്കിലും ടാറിങ്ങിന്റെ പണിയാണോ അമ്മയോട് ചോദിച്ചാ. ഞാൻ പറഞ്ഞ എല്ലാവരും ആദ്യം വേനൽക്കാലത്തിട്ട് അതിന് ട്രെയിനിങ് 3 മാസം, ഇനി വർഷക്കാലത്താണ് 3 മാസം. അത് കഴിയുമ്പോ വേനലും മഴയുടെ കൂടി അങ്ങനെ 9 മാസം ട്രെയിനിങ്. കുഴപ്പമൊന്നുമില്ല. എന്നാലും അമ്മ സങ്കടപ്പെട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. 65ഓളം പേർ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുളമാവ്. അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ ചിത്രകലാകാരൻ അജി തോമസിന്റെ കുടുംബത്തിന് ഭവന നിർമ്മാണവുമായി KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITU രംഗത്ത്. CITU സാന്ത്വനം സ്പർശം പദ്ധതി പ്രകാരം KSRTC തൊഴിലാളികൾ മാസം തോറും 100 രൂപ വീതം പിരിച്ചെടുത്ത തുക കൊണ്ട് നിർമ്മിക്കുന്ന 2 വീടുകളിൽ ഒന്നാണ് അജി തോമസിന്റെ കുടുംബത്തിന് വെച്ചു നൽകുന്നത്. പീരുമേട്ടിൽ നടന്ന ഭവന നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപന കർമ്മം മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ നിർവഹിച്ചു. ചിത്രകലാകാരനും നിർധന കുടുംബാംഗവുമായിരുന്ന അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ അജി തോമസിന്റെ കുടുംബത്തിന് ഭവന നിർമ്മാണത്തിനായിട്ടാണ് KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITU സംസ്ഥാന കമ്മിറ്റി കൈത്താങ്ങാകുന്നത്. CITU സാന്ത്വനം സ്പർശം പദ്ധതികളുടെ ഭാഗമായി ആനത്തലവട്ടം ആനന്ദൻ സ്മരണാർത്ഥം ഈ വർഷം നിർമ്മിച്ചു നൽകുന്ന 2 വീടുകളിൽ ഒന്നാണ് അജി തോമസിന്റെ കുടുംബത്തിന് നൽകുന്നത്. പീരുമേട് ടൗണിൽ വെച്ച് നടന്ന ശിലാസ്ഥാപന പൊതുസമ്മേളനം TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായ ഒരു വീട് അധ്വാനിച്ച് കിട്ടുന്ന വരുമാനം കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനും സുഖത്തിലും ദുഃഖത്തിലും സ്വാതന്ത്ര്യത്തോടുകൂടി കഴിയാനും പറ്റുന്നത് സ്വന്തം വീടാണ്. സജി തോമസിന്റെ കുടുംബത്തിന് വെച്ച് നൽകുന്ന ഭവനത്തിന്റെ ശിലാസ്ഥാപന കർമ്മം TP രാമകൃഷ്ണൻ MLA നിർവഹിച്ചു. പീരുമേട് MLA വാഴൂർ സോമൻ, CITU ജില്ലാ പ്രസിഡന്റ് R തിലകൻ, KSRTC എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹണി ബാലകൃഷ്ണൻ, CPIM പീരുമേട് ഏരിയ സെക്രട്ടറി S സാബു, പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശൻ, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ, അസോസിയേഷൻ നേതാക്കളായ ഹരികൃഷ്ണൻ CR, മുരളി ജോജോ, CPIM പീരുമേട് ഏരിയ കമ്മിറ്റി അംഗം VS പ്രസന്നൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അജി തോമസിന്റെ ഭാര്യ ലിൻഡ അജി, മക്കളായ അലിൻ, അലീന എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പീരുമേട്. അടിമാലി കോടതി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർക്കും കോടതി ജീവനക്കാർക്കുമായി സമഗ്ര ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. അടിമാലി മുൻസിഫ് മജിസ്ട്രേറ്റ് ലിജോ ജെയിംസ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അഭിഭാഷകർക്കിടയിലും കോടതി ജീവനക്കാർക്കിടയിലും ജീവിതശൈലി രോഗങ്ങൾ പിടിപെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തുടക്കത്തിലെ കണ്ടെത്താൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അടിമാലി കോടതി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർക്കും കോടതി ജീവനക്കാർക്കുമായി സമഗ്ര ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അടിമാലി മുൻസിഫ് മജിസ്ട്രേറ്റ് ലിജോ ജെയിംസ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, അഭിഭാഷകരെ സംബന്ധിച്ച് ഓഫീസ് തിരക്ക്, കോടതി തിരക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങൾ അത് ആരംഭകാലത്ത് തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആരംഭകാലത്ത് തന്നെ കണ്ടുപിടിച്ച് അതിനാവശ്യമായ ചികിത്സകൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ നൽകി നമ്മൾ ആരോഗ്യവാന്മാരായി ഇരിക്കുക എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ബാർ അസോസിയേഷൻ മീറ്റിങ്ങിൽ വരികയും അതിനെ തുടർന്നാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കോടതിയോട് അടുത്ത് തന്നെയായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു പുതിയ ലാബാണ് ടെസ്റ്റ് ലാബ് എന്ന് പറഞ്ഞിട്ട്. അവിടെ സ്കാനിങ് ഉണ്ട്, അതുപോലെ മറ്റ് എല്ലാവിധ
പരിശോധനകളുമുണ്ട്. അടിമാലി ബാർ അസോസിയേഷൻ ഹാളിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് റെജി മാത്യു പുതുശ്ശേരി ക്യാമ്പിന് നേതൃത്വം നൽകി. ഡോക്ടർ ജസ്റ്റിൻ ആന്റണിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പിൽ പരിശോധനകൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി. മണക്കാട് NSS ഗവൺമെന്റ് LP സ്കൂൾ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ അബ്ദുൾ മജീദ് NMന് യാത്രയയപ്പും നൽകി. പൊതുസമ്മേളനം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാജേഷ് ബാബു PG അധ്യക്ഷത വഹിച്ചു. മണക്കാട് NSS ഗവൺമെന്റ് LP സ്കൂളിലെ വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. 36 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ അബ്ദുൾ മജീദ് NMന് യാത്രയയപ്പും നൽകി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് രാജേഷ് ബാബു PG അധ്യക്ഷത വഹിച്ചു. പൊതുസമ്മേളനം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഓരോ യാത്രയയപ്പ് ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴും നമ്മളെ സംബന്ധിച്ച് ഇത്ര കാലം അവരുമായിട്ടുള്ള പരിചയം, വ്യക്തിബന്ധങ്ങൾ, അവർ ഈ മേഖലയിൽ സമർപ്പിച്ചിട്ടുള്ള അവരുടെ അനുഭവ സമ്പത്ത്, അതാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഒരു കലാലയത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഏതൊരു അധ്യാപകനായാലും പ്രധാന അധ്യാപകനാണെങ്കിലും ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ അവർ ചെയ്യുന്ന തൊഴിലിൻ്റെ ഭാഗമായി അവിടെ വന്നിരുന്നു, വൈകുന്നേരം പോയി തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ അവരുടെ ആ തൊഴിലായിട്ട് കണ്ടാൽ ഒരു പൊതുവിദ്യാഭ്യാസ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും പൊതുവിദ്യാലയങ്ങളിലും ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ ആ സ്ഥാപനത്തെ അല്ലെങ്കിൽ ആ വിദ്യാലയത്തെ നയിക്കുന്ന പ്രധാന അധ്യാപകർ എന്നുള്ള രീതിയിൽ മറ്റു വിദ്യാലയങ്ങളെക്കാൾ കൂടുതൽ അനുകരണശേഷി കൈവരിക്കുക, അല്ലെങ്കിൽ ആ പ്രദേശത്തെ വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, പൊതുസമൂഹത്തെ അത് നല്ല കലാലയമാണ്, ആ കലാലയത്തെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാനുള്ള സംഭാവനകൾ ചെയ്യുക. യുവശാസ്ത്രജ്ഞൻ ബിജു നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴ മുനിസിപ്പാലിറ്റി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പത്മകുമാർ, മണക്കാട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജീന അനിൽ, AEO ഷീബ മുഹമ്മദ്, AM ഷാജഹാൻ, VM ഫിലിപ്പച്ചൻ, PK സുകുമാരൻ, B ബിനോയ്, സിനി സ്റ്റാലിൻ, സ്കൂൾ ലീഡർ ശിവമാനസ് OP എന്നിവർ പ്രസംഗിച്ചു. അംബികാദേവി CM റിപ്പോർട്ട് അവതരിപ്പിച്ചു. J ബീന സ്വാഗതവും അശ്വതി B നന്ദിയും പറഞ്ഞു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ അബ്ദുൾ മജീദ് NM മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റുകളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മണക്കാട്. മുതലക്കോട് ഞാറക്കുളം തങ്കച്ചന്റെ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മൊബൈൽ ടവറിന് താഴെ കൂട്ടിയിട്ടിരുന്ന തടികൾക്കുണ്ടായ തീപിടുത്തം നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും കൃത്യസമയത്തുള്ള ഇടപെടൽ മൂലം വലിയ ദുരന്തം ഒഴിവായി. കൊടുക്കട്ടെ. അടിമാലി
അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൗണുകളിലൊന്നായ 10 മൈൽ ടൗൺ നിരീക്ഷണ ക്യാമറ വലയത്തിൽ. അടിമാലി പോലീസ് സ്റ്റേഷനിലെ കൺട്രോൾ റൂമിൽ ദൃശ്യങ്ങൾ പതിയും വിധമാണ് നിരീക്ഷണ ക്യാമറ സജ്ജമാക്കിയിട്ടുള്ളത്. പദ്ധതിയുടെ ഉദ്ഘാടനം അടിമാലി സർക്കിൾ ഇൻസ്പെക്ടർ ജോസ് മാത്യു നിർവഹിച്ചു. അടിമാലി ടൗണിന് പുറമെ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൗണുകളിലൊന്നായ 10 മൈൽ ടൗണും ക്യാമറ നിരീക്ഷണത്തിലായി. അടിമാലി ജനമൈത്രി പോലീസിന്റെയും അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും 10 മൈലിലെ വ്യാപാരി സമൂഹത്തിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. പദ്ധതിയുടെ ഭാഗമായി ക്യാമറകൾ ടൗണിന്റെ വിവിധയിടങ്ങളിലായി സ്ഥാപിച്ചു കഴിഞ്ഞു. അടിമാലി പോലീസ് സ്റ്റേഷനിലെ കൺട്രോൾ റൂമിൽ ദൃശ്യങ്ങൾ പതിയും വിധമാണ് നിരീക്ഷണ ക്യാമറ സജ്ജമാക്കിയിട്ടുള്ളത്. പദ്ധതിയുടെ ഉദ്ഘാടനം അടിമാലി സർക്കിൾ ഇൻസ്പെക്ടർ ജോസ് മാത്യു നിർവഹിച്ചു. ഇങ്ങനെ റോഡിലേക്ക് തുറന്നിരിക്കുന്ന ക്യാമറകളാണ് നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതും പലപ്പോഴും പല സംഭവങ്ങൾ തടയുന്നതും സംഭവങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ തുമ്പുണ്ടാക്കുന്നതും ഇതാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ആ സംഭവം ഉണ്ടാകുമ്പോൾ അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നെങ്കിൽ നടന്നേനെ എന്നൊക്കെ നമ്മൾ പറയും. 10 മൈലിൽ ഇപ്പോൾ ഇങ്ങനെ ക്യാമറ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് കൊണ്ട് നാളെ ഇങ്ങോട്ട് മോഷ്ടാക്കൾ തിരിഞ്ഞു നോക്കാതിരിക്കും. അപ്പോൾ നമ്മൾ ഈ ക്യാമറയുടെ വില അറിയില്ല. അത് ഇല്ലാതിരിക്കുമ്പോൾ മാത്രം അതിൻ്റെ വില അറിയും. അതുകൊണ്ട് ഇവർ ചെയ്തിരിക്കുന്ന ഒരു മഹത്തായ കാര്യമാണ്. ആരെങ്കിലും എന്തെങ്കിലും തെമ്മാടിത്തരങ്ങൾക്കോ കുറ്റകൃത്യങ്ങൾക്കോ മുതിർന്നാൽ നിങ്ങളെ കണ്ണിവയ്ക്കാതെ വാച്ച് ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്നോർക്കുക. കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നു പോകുന്നത് 10 മൈൽ ടൗണിലൂടെയാണ്. വിനോദസഞ്ചാരികളുടെ അടക്കം നിരവധി വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നു. സ്കൂൾ, ആശുപത്രി, ആരാധനാലയങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളും 10 മൈൽ ടൗണിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളുടെയും സുരക്ഷയ്ക്ക് ക്യാമറകൾ സഹായിക്കുമെന്നതിനൊപ്പം അടിമാലി ടൗണിലെത്താതെ ബൈപ്പാസ് റോഡുകൾ വഴി ഇരുമ്പുപാലത്തും 10 മൈലിലുമൊക്കെ എത്തി കടന്നു പോകുന്ന വാഹനങ്ങളുടെ വിവരശേഖരണത്തിനും 10 മൈൽ ടൗണിലെ ക്യാമറ നിരീക്ഷണം സഹായകരമാകും. ഉദ്ഘാടന ചടങ്ങിൽ എൽദോസ് വാളറ അധ്യക്ഷത വഹിച്ചു. MA അൻസാരി, K കൃഷ്ണമൂർത്തി, രേഖ രാധാകൃഷ്ണൻ, PM ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. ബിസിനസ് വാർത്ത. തൊടുപുഴയ്ക്ക് രാജകീയ പ്രൗഢിയേകി മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിന്റെ വിപുലീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ച ചടങ്ങിൽ തെന്നിന്ത്യൻ താരസുന്ദരി സമാന്ത നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുമുള്ള ലോകോത്തര നിലവാരത്തിലുള്ള തുണിത്തരങ്ങൾക്ക് പുറമെ ട്രയൽ മേക്കപ്പ് സ്റ്റുഡിയോ, കിഡ്സ് പ്ലേ ഏരിയ, ബ്രൈഡൽ വെഡിംഗ് സ്റ്റുഡിയോ, ഗ്രൂം സ്റ്റുഡിയോ തുടങ്ങിയ വിവിധ സൗകര്യങ്ങളോടെയാണ് മഹാറാണി വിപുലീകരിച്ചിരിക്കുന്നത്. സമാനതകളില്ലാത്ത പുതുമകളോടെ 65,000 സ്ക്വയർ ഫീറ്റിൽ തികഞ്ഞ രാജകീയ പ്രൗഢിയോടെയാണ് മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ചടങ്ങിൽ തൊടുപുഴക്കാർക്ക് വസ്ത്രവൈവിധ്യങ്ങളുടെ ഗംഭീര വരവേൽപ്പ് നൽകിക്കൊണ്ടൊരുങ്ങിയ മികവിന്റെ വലിയ മഹാറാണി തെന്നിന്ത്യൻ താരറാണി സമാന്ത റൂത്ത് പ്രഭു നാടിന് സമർപ്പിച്ചു. മഹാറാണി വെഡിംഗ് കളക്ഷൻസിന്റെ ഇനാഗ്രേഷന് വേണ്ടി സാമന്തി എത്തിയിരുന്നു. ഇനാഗ്രേഷൻ നല്ല സക്സസ് ആയിരുന്നു. ഇനാഗ്രേഷനിൽ എത്തിച്ചേർന്ന എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് പ്രശ്നം എല്ലാവർക്കും നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഷോപ്പിനെ എല്ലാവരും സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഈ അവസരം. ചടങ്ങിൽ തൊടുപുഴ MLA PJ ജോസഫ്, പാല MLA മാണി സി കാപ്പൻ, മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഷോറൂമിന് മുന്നിൽ സന്നിഹിതരായവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ഭാഗ്യശാലിക്ക് 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് നൽകി. തൊടുപുഴ കാഞ്ഞാർ സ്വദേശി ഷോബിൻ വി തോമസ് ആണ് ക്യാഷ് പ്രൈസിന് അർഹനായത്. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിർധനരായ 10 രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണ ഉദ്ഘാടനം MLA PJ ജോസഫ് നിർവഹിച്ചു. മുഹൂർത്തം സിൽക്ക്, ഗ്രൂം സ്റ്റുഡിയോ, ബ്രൈഡൽ വെഡിംഗ് സ്റ്റുഡിയോ, കസ്റ്റമർ ലോഞ്ച്, കിഡ്സ് പ്ലേ ഏരിയ, ഓൾട്ടർനേഷൻ അസിസ്റ്റന്റ്, 120ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം തുടങ്ങിയവയാണ് ഒരുക്കിയിരിക്കുന്നത്. മഹാറാണി ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് VA, MD നിയാസ് PA, വെഡ്ഡിംഗ് കളക്ഷൻസ് ജനറൽ മാനേജർ നിസാർ പഴമ്പിള്ളിയിൽ, പർച്ചേസ് മാനേജർ സലീം NM, തൊടുപുഴയിലെ രാഷ്ട്രീയ, സാമൂഹിക, വ്യാപാര രംഗങ്ങളിലെ പ്രമുഖർ, നഗരസഭ, മുനിസിപ്പൽ കൗൺസിലർമാർ, മഹാറാണി സ്റ്റാഫ് അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിനോദസഞ്ചാരം കൊണ്ട് ലോകശ്രദ്ധ നേടിയ വാഗമണിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ പ്രാഥമിക നടപടികൾക്ക് തുടക്കമായി. ആദ്യഘട്ടത്തിൽ നിർദ്ദിഷ്ട സ്ഥലം പഞ്ചായത്തിന് റവന്യൂ വകുപ്പ് പാട്ടക്കരാർ വ്യവസ്ഥയിൽ കൈമാറി. സ്ഥലം ലഭിച്ചതോടെ ഏലപ്പാറ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനുള്ള ഫണ്ട് അനുവദിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ്.
വാഗമൺ വില്ലേജിലെ സർവേ നമ്പർ 1027-ൽപ്പെട്ട വാഗമൺ പുള്ളിക്കാനം പാതയിൽ വില്ലേജ് ഓഫീസിന് സമീപത്തുള്ള റവന്യൂ ഭൂമിയാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി പഞ്ചായത്തിന് റവന്യൂ വകുപ്പ് കൈമാറിയത്. അഡീഷണൽ സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയത്. 1 വർഷത്തിനുള്ളിൽ ടെർമിനലിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു. നിബന്ധനകളോടെയാണ് കൈമാറ്റം. ബസ് സ്റ്റാൻഡിനായി 30 വർഷത്തെ പാട്ടത്തിന് ഇതേ ഭൂമി 2015-ൽ സർക്കാർ പഞ്ചായത്തിന് അനുവദിച്ചിരുന്നു. എന്നാൽ സ്റ്റാൻഡ് പണിയാൻ അന്ന് നടപടിയൊന്നും ഉണ്ടായില്ല. ഭൂമി കൈമാറ്റവും നടന്നിരുന്നില്ല. ഇപ്പോഴും ഭൂമി അനുവദിച്ചിരിക്കുന്നത് പാട്ടത്തിനാണ്. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതോടെയാണ് നടപടി വേഗത്തിലായത്. ഏലപ്പാറ പഞ്ചായത്തിന് വാഗമണിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 21-22 സെന്റ് സ്ഥലം കേരള സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം പാട്ടത്തിന് തന്നിട്ടുണ്ട്. ആ പാട്ടത്തിൻ്റെ കരാറ് വാഗമൺ വില്ലേജ് ഓഫീസർ മാസ്റ്റർ എഴുതി അതിൻ്റെ സ്കെച്ച് സഹിതം പഞ്ചായത്തിന് കൈമാറുകയും പഞ്ചായത്തിന് ഫണ്ട് വെച്ച് ഉടൻ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതുമാണ്. ബസ് ടെർമിനൽ കാലതാമസം കൂടാതെ യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വാഗമണ്ണിൽ ബസ് സ്റ്റാൻഡും പൊതു ശൗചാലയം ഇല്ലാത്തത് സംബന്ധിച്ച് പലവട്ടം മാധ്യമ വാർത്തയായിരുന്നു. വാഗമൺ ലോക പ്രശസ്തമാണ്. 100 കണക്കിന് സഞ്ചാരികളാണ് ദിവസവും ഇവിടെ എത്തുന്നത്. എന്നിരുന്നാലും വാഗമണിൽ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ല. ഇത് നാളുകളായുള്ള വലിയ പ്രതിസന്ധിയാണ്. പഞ്ചായത്ത് വീണ്ടും ബസ് ടെർമിനലായി ഭൂമി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയതോടെയാണ് ഈ സ്ഥലം കൈമാറാൻ സർക്കാർ ഉത്തരവുണ്ടായത്. ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായാൽ വാഗമണിന്റെ ദീർഘനാളായുള്ള ആവശ്യത്തിനാണ് പരിഹാരമാകാൻ പോകുന്നത്. ന്യൂസ് ബ്യൂറോ, വാഗമൺ. കാൽനട യാത്ര പോലും അസാധ്യമായി മൈലപ്പുഴ വരിക്കമുത്തൻ റോഡ്. 4ഓളം ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന റൂട്ടിൽ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ബസ്സുകൾ സർവീസ് നിർത്തിയതോടെ പ്രദേശവാസികൾ ദുരിതത്തിലാണ്. വനഗ്രാമങ്ങളായ മക്കുവള്ളി, മനേത്തടം, കൈതപ്പാറ പ്രദേശത്തു നിന്നും വണ്ണപ്പുറം, കോതമംഗലം, മൂവാറ്റുപുഴ പ്രദേശങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന റോഡ് കൂടിയാണിത്. സംസ്ഥാന പാതയായ രാമക്കൽമേട് വണ്ണപ്പുറം റോഡിന്റെ ഭാഗമായ മൈലപ്പുഴ വരിക്കമുത്തൻ റോഡിൽ ഇന്ന് കാൽനട യാത്ര പോലും അസാധ്യമായിരിക്കുകയാണ്. ഈ റോഡ് കാലങ്ങളായിട്ട് 1974 ഇവിടെ വന്ന് ജനങ്ങൾ ഒരു നാഴി അരിയും ഒരു തൂമ്പായും കൊണ്ട് ഇറങ്ങി ആദ്യകാലം പണിത റോഡാണ്. ഈ റോഡ് കഴിഞ്ഞ കാലത്തെ മെമ്പർ ഒന്ന് ടാർ ചെയ്തു. പക്ഷേങ്കിൽ ഇന്ന് യാത്രക്കാർക്ക് നടക്കാൻ പോലും വയ്യാത്ത ശോചനീയാവസ്ഥയാണ് ഈ റോഡിനിപ്പോൾ ഉള്ളത്. 2018-ലെ പ്രളയത്തിൽ ആലപ്പുഴ മധുര സംസ്ഥാന പാത മണ്ണിടിച്ചിലിൽ തകർന്നപ്പോൾ ജില്ലാ ആസ്ഥാനത്തേക്ക് വാഹനങ്ങൾ കടന്നുപോയിരുന്നത് ഈ വഴിയായിരുന്നു. 4ഓളം ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന റൂട്ടിൽ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ബസ്സുകൾ സർവീസ് നിർത്തിയതോടെ വിദ്യാർത്ഥികളും 100 കണക്കിന് പ്രദേശവാസികളും ദുരിതത്തിലായി. അടിയന്തരമായി ജനപ്രതിനിധികളും ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും ഇടപെട്ട് റോഡ് പുനർനിർമ്മിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഈസ്റ്റ് കേരള മഹാ ഇടവക ടീച്ചിംഗ് ആൻഡ് നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ 39ാമത് വാർഷിക സമ്മേളനം ഇരുമാപ്രാമറ്റം MDCMS ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു. ഇതോടൊപ്പം അധ്യാപക അനധ്യാപക സംഗമവും യാത്രയയപ്പും നടത്തി. ബിഷപ്പ് റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് സൂസൻ V ജോർജ് അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് കേരള മഹാ ഇടവക ടീച്ചിംഗ് ആൻഡ് നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ 39ാമത് വാർഷിക സമ്മേളനം ഇരുമാപ്രാമറ്റം MDCMS ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു. അധ്യാപക അനധ്യാപക സംഗമവും യാത്രയയപ്പും നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് സൂസൻ V ജോർജ് അധ്യക്ഷത വഹിച്ചു. ബിഷപ്പ് റവറൻ VS ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ജെസി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. നമുക്ക് ഒരുമിച്ച് ഒരു കൂട്ടായ്മയായി തീരുവാനായിട്ട് നമ്മുടെ അസോസിയേഷനിൽ കൂടി സഹായിക്കുന്നതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അധ്യാപനം തീർച്ചയായും ഒരു ദൈവിക ശുശ്രൂഷയാണ്. ആരാധനയും ഒരു ദൈവിക ശുശ്രൂഷയാണ്. ഇത് രണ്ടും ഒരു വ്യക്തി മാത്രം ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല. അത് ഒത്തൊരുമിച്ച് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്, ഒരു സേവനമാണ്. മനുഷ്യനെ കുറിച്ചുള്ള ഒരു വിശേഷണം നമുക്ക് പരിചയമുണ്ട്. മാൻ ഈസ് എ ട്രെയിൻഡ് ആനിമൽ. സത്യമാണ്. ഒരു കുട്ടിക്ക് ലഭിക്കുന്നതായിട്ടുള്ള ബാല്യകാല പരിശീലനവും അവന്റെ വിദ്യാഭ്യാസവുമാണ് ഒരു വ്യക്തിയെ നാം ഇന്ന് കാണുന്ന വ്യക്തികളാക്കി രൂപാന്തരപ്പെടുത്തുന്നത്. അല്ലെ, നമ്മൾ പറയാറില്ലേ ചില സമയം ചില വ്യക്തിയെ കുറിച്ച് വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. തീർച്ചയായും ഒരു പ്രസ്ഥാനമായി മാറുന്നത്, ഒരു വ്യക്തി പ്രസ്ഥാനമായി മാറുന്നത് അത് ദൈവത്തിന്റെ ഒരു കരുതൽ മൂലം മാത്രമാണ്. CMS സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ, ഈസ്റ്റ് കേരള മഹാ ഇടവക പാസ്റ്ററൽ ബോർഡ് സെക്രട്ടറി റവറൻ TJ ബിജോയ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബിഷപ്പ് സെക്രട്ടറി റവറൻ മാക്സിൻ ജോൺ ആശംസകൾ അർപ്പിച്ചു.
സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്കും 25 വർഷം സേവനം പൂർത്തീകരിച്ചവർക്കും ആദരിക്കലും വിദ്യാർത്ഥി പ്രതിഭകൾക്ക് ഉപഹാര സമർപ്പണവും നടത്തി. വൈസ് പ്രസിഡന്റ് മേരി ജോൺസൺ, സെക്രട്ടറി ജിബിൻ ജോർജ്, ട്രഷറർ ഷിമ്മി സിസി പോൾ, ജോയിന്റ് സെക്രട്ടറി സ്നിജ ബെൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇരുമാപ്രമറ്റം. ഹരിത കർമ്മസേനയ്ക്കൊപ്പം ഞങ്ങളും എന്ന പേരിൽ ഭവന സന്ദർശന തീവ്ര പ്രയത്നത്തിന് വാരപ്പെട്ടിയിൽ തുടക്കമായി. ഇതുവഴി 100% ഭവന സന്ദർശനവും 100% യൂസർ ഫീ കളക്ഷനും നേടുക വഴി ശുചിത്വ പഞ്ചായത്തായി മാറാനാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. വാരപ്പെട്ടി പഞ്ചായത്തിലെ 1-ാം വാർഡിലെ കോഴിപ്പള്ളി ലൈബ്രറി പടിയിൽ തുടങ്ങിവെച്ച ഗൃഹ സന്ദർശനം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. അജൈവ പാഴ്വസ്തുക്കൾ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തി ശേഖരിച്ചു പോരുന്ന ഹരിതകർമ്മസേനയെ ശക്തിപ്പെടുത്താനും മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ 3-ാം ഘട്ട പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കുവാനുമാണ് ഈ പ്രവർത്തനം തുടങ്ങിയത്. ഇതുവഴി 100% ഭവന സന്ദർശനവും 100% യൂസർ ഫീ കളക്ഷനും നേടുക വഴി ശുചിത്വ പഞ്ചായത്തായി മാറാനാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. പൊതുജനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നിർലോഭമായ സഹകരണം തേടിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോവുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായരുടെ അധ്യക്ഷതയിൽ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെ കോഴിപ്പള്ളി ലൈബ്രറി പടിയിൽ തുടങ്ങിവെച്ച ഗൃഹസന്ദർശനം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ലോകവും രാജ്യവും നമ്മുടെ സമൂഹവും ഒക്കെ നേരിടുന്ന മാലിന്യമെന്ന ആ വലിയ പ്രശ്നം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായ ഇടപെടലുകൾ ജനങ്ങളുടെ കൂടി സഹകരണത്തോടെ നമ്മുടെ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്ന മാർച്ച് മാസം അവസാനത്തോടു കൂടി മാലിന്യമുക്ത നവകേരളം എന്നുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാട് അത് യാഥാർത്ഥ്യമാക്കി എടുക്കുന്നതിൽ ജില്ലയിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ആ പ്രവർത്തനം സംഘടിപ്പിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലയിൽ പഞ്ചായത്ത് നിവാസികളായ നമുക്കെല്ലാം ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ളത് ഏറെ ശ്രമകരമായ ദൗത്യം തന്നെയാണ്. ആ ഒരു തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഈ ഒരു പ്രവർത്തനം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഒരു വലിയ സഹകരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഹരിതകർമ്മസേന അംഗങ്ങൾ നമ്മളിപ്പോൾ ഒരു ക്യാമ്പയിന് പേര് കൊടുത്തിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. ഹരിതകർമ്മസേനയോടൊപ്പം നമ്മളും എന്നുള്ള ഒരു ആശയം വെച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങൾ വളരെ നല്ല നിലയിൽ ആ പ്രവർത്തനം എല്ലാ വാർഡിലും അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവരോട് സഹകരിക്കേണ്ടത് ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS ബെന്നി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM സെയ്ദ്, പഞ്ചായത്ത് മെമ്പർമാരായ ബേസിൽ യോഹനാൻ, ഏഞ്ചൽ മേരി ജോബി, PP കുട്ടൻ, കിലാം ബ്ലോക്ക് കോർഡിനേറ്റർ സലിം കാവാട്ട്, ഹരിതകർമ്മ സേനാംഗങ്ങളായ ഭാമിനി അശോകൻ, JC ബേസിൽ, സുലോചന രാജൻ, റസിയ, ആൻസി, അജിഷ, പഞ്ചായത്ത് സെക്രട്ടറി MM ഷംസുദ്ദീൻ, VEO RV വരുൺ, ഹെൽത്ത് ഇൻസ്പെക്ടർ S ഷമീർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥരായ ശ്രീജ KS, നിയാസ് VI, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. വിവിധ വാർഡുകളിൽ നടന്ന ഭവന സന്ദർശനത്തിന് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപ ഷാജു, KK ഹുസൈൻ, ദിവ്യ സലി, പ്രിയ സന്തോഷ്, ശ്രീകല C, ഷജി ബെസി എന്നിവർ നേതൃത്വം നൽകി. മാർച്ച് 10 വരെ ഭവന സന്ദർശനം തുടരും. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അർക്കുളം ഗ്രാമപഞ്ചായത്തിലും കുളമാവ മേഖലയിലും 2023-2024 സാമ്പത്തിക വർഷം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം 5-ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ ചിത്രകലാകാരൻ അജി തോമസിന്റെ കുടുംബത്തിന് ഭവന നിർമ്മാണവുമായി KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITU രംഗത്ത്. അടിമാലി കോടതി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർക്കും കോടതി ജീവനക്കാർക്കുമായി സമഗ്ര ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മണക്കാട് NSS ഗവൺമെന്റ് LP സ്കൂൾ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ചടങ്ങിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ അബ്ദുൾ മജീദ് NMന് യാത്രയയപ്പും നൽകി.
തൊടുപുഴയ്ക്ക് രാജകീയ പ്രൗഢിയേകി മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിന്റെ വിപുലീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ച ചടങ്ങിൽ തെന്നിന്ത്യൻ താരസുന്ദരി സമാന്ത നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.